തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നതോടെ രാജ്യ തലസ്ഥാനം കലുഷിതമായി മാറുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് എംപിമാരും മറ്റു ജനപ്രതിനിധികളും ഇരച്ചെത്തിയതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പോലീസ് നിശ്ചലമായി കഴിഞ്ഞു. ഓഫീസിന് മുന്നിൽ തീർത്ത ബാരിക്കേഡുകൾ ചാടിക്കടന്നാണ് ഇന്ത്യ സഖ്യം മുന്നോട്ടു പോയത്. എറണാകുളത്ത് നിന്നുള്ള MP ഹൈബി ഈഡനും പ്രതിഷേധത്തിന് മുന്നിൽ അണിനിരക്കുന്നുണ്ട്. ദില്ലി പോലീസ് തീർത്ത താത്കാലിക പ്രതിരോധ സംവിധാനങ്ങൾ ചവിട്ടിമെതിച്ചാണ് എംപിമാർ മുന്നോട്ടു പോയത്. ഹൈബി ഈഡൻ അടക്കമുള്ള എംപിമാരുടെ തീപ്പൊരി പ്രസംഗത്തിന്റെയും പ്രതിഷേധ മാർച്ചിന്റെയും वीडियो ഒന്ന് കാണാം. जो नेता हैं वो किस तरह से संघर्ष कर रहे हैं, पुलिस प्रशासन इनको आगे जाने से रोक रहा है. तस्वीरों में आपको राहुल गांधी जी भी दिखाई देंगे और जिस तरह से SIR हो रहा है और वोटों की चोरी पूरे देश में हो रही है उस पर प्रदर्शन चल रहा है. शांतिपूर्ण तरीके से विपक्ष जो है वो चुनाव आयोग के दफ्तर जाकर अपनी बात रखना चाहता है, लेकिन उनको किस तरह से तमाम महिला सांसद भी इधर जो है वो प्रदर्शन करती हुई आपको दिखाई देंगी. ये PTA ऑफिस के लिए मार्च नहीं है. हम इलेक्शन कमीशन जाना चाहता हो. अगर MP लोगों को नहीं मिलेगा तो किसको जा सकता? अगर MP लोगों को आने जाने के लिए मौका नहीं मिलेगा किसको मिलेगा? नहीं MP മാർക്ക് പോകാൻ പറ്റും, പിന്നെ ആർക്ക് പോകാൻ പറ്റും? ഫാസിസ്റ്റ് സർക്കാർ down, down! Save our democracy! Fight for justice! ബന്ദിച്ചോർ ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള മാർച്ചാണ്, PTA-യിലേക്കുള്ള മാർച്ചല്ല. ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള മാർച്ചാണ്. ഇവിടെ തടയാൻ ഒരു അവകാശമില്ല. MP-മാർ തടഞ്ഞ പിന്നെ ബാക്കിയുള്ള കാര്യം എന്താവും? തെരഞ്ഞെടുപ്പ് संसद मार्ग रोड पर तमाम सांसद अब बैठ गए हैं, धरना कर रहे हैं. तस्वीरों में आप देख सकते हैं. അതിശക്തമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായിട്ട്. ജനാധിപത്യ രാജ്യം ഇതുപോലെ ഏറ്റവും വികലമായ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് BJP നടത്തുന്ന ഈ നരനായാട്ട്, BJP-യുടെ ഫാസിസം ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശക്തമായ ബഹുജന പ്രക്ഷോഭം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ അവസാനം വരെ പോരാടുക തന്നെ. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം ഞങ്ങൾ തുടരും. അടിച്ചമർത്താനാകില്ല. Democratic forces together we are fighting for the justice. Bihar, ഒരക്ഷരം ഉത്തരം പറയാനില്ല. everywhere വലിയ കൊള്ള കണ്ടുപിടിച്ചിട്ട് ഒരക്ഷരം പറയാൻ കഴിയാതെ ഇലക്ഷൻ കമ്മീഷൻ നാണം കെട്ടി നിൽക്കുന്നു. ഒരു റൂമിൽ 80 വോട്ട്, ഒരു ഫ്ളാറ്റിൽ 5000 വോട്ട്. ഇതുപോലെ ലോക തട്ടിപ്പ് നടത്തി അധികാരത്തിൽ കയറിയ BJP ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തി നാണം കെട്ട അവസ്ഥയിലെത്തിയിരിക്കുക. ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ദുർനടപടികൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി ഇടപെടണം. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം. അതിനുള്ള പോരാട്ടമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തിരിക്കുന്നത്. BJP ഒഴിച്ചുള്ള എല്ലാ ജനാധിപത്യ മതേതര പാർട്ടികളും ഈ സമരത്തിൽ അതിശക്തമായിട്ട് അണിനിരക്കുകയാണ്. ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. FIR എന്തിനു വേണ്ടിയാണ്? രാജ്യത്തെ വോട്ടർ പട്ടിക അവർക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റാണ്. അതിനർത്ഥം രാജ്യത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏകാധിപത്യ ലോകത്തിന്
सुप्रिया ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് ജനാധിപത്യ വിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ച ഈ വികലമായ നയം ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഏകാധിപത്യ പ്രവണതയുമായി മുന്നോട്ട് പോവുകയാണ്. ജനാധിപത്യത്തെ കുഴിച്ചുമൂടാൻ ഇനി വരുന്ന യുപിയിലും ബീഹാറിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തെല്ലാം ഈ വോട്ടർ പട്ടിക അട്ടിമറിച്ച് പിൻവാതിലൂടെ അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് BJP. ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ കപടമുഖം വലിച്ചു കീറപ്പെടുകയാണ്. ജനാധിപത്യത്തെ ഇതുപോലെ നികൃഷ്ടമായ രീതിയിൽ കണ്ട ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പട്ടിക. देखिए, तमाम आपको जो इंडिया गठबंधन के सांसद दिखाई देंगे जो SIR के खिलाफ और वोट चोरी के खिलाफ प्रदर्शन कर रहे हैं, वो अब इसी संसद मार्ग रोड पर बैठकर शांतिपूर्ण तरीके से अपनी बात रख रहे हैं और प्रदर्शन कर रहे हैं, चुनाव आयोग के खिलाफ अपनी नाराजगी जाहिर कर रहे हैं और लगातार രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടോ? അച്ഛന്റെ പേര് ABCDEFGH ആണോ? ഒരു ഒറ്റമുറി വീട്ടിൽ 80 വോട്ടർമാർ എങ്ങനെയാണ്? ഒരാള് നിരവധി ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് ഈ സ്കാൻ ചെയ്യാൻ പറ്റിയ കോപ്പി പോലും കൊടുക്കുന്നില്ല? ജുഡീഷ്യറിയേക്കാൾ കളങ്കരഹിതമാകേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിലൊന്നുപോലും ഉത്തരം പറയാൻ പറ്റാതെ ജനാധിപത്യത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേട് തൃശൂരിലടക്കം ഇന്ത്യയിലെ പല പാർലമെന്റ് മണ്ഡലങ്ങളിലും നടത്തിയ ഇലക്ഷൻ കമ്മീഷനെതിരെയാണ് ഞങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത്. ഈ പ്രതിഷേധം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. BJP ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തോടുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് ഉത്തരം കിട്ടുന്നത് വരെ ഈ പോരാട്ടത്തിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും തുടരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാണം കെട്ട BJP ജനാധിപത്യ ശ്രീകോവിലായ പാർലമെന്റിൽ ഒരു